അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാത്രി അതാ മൂസഹാജി വിളിക്കുന്നു. സൈനു, സൈനു. ആ എന്തേക്ക, എന്താ എനിക്ക് അവിടെ പണി? മാളികപ്പുറത്ത് ആ ഒരു ഡ്രസ്സുകൾ വെക്കുന്ന റൂമിലായിരുന്നു സൈന. എന്താ സൈനു അവിടെ? അവളുടെ ആ ഒരു ഇരുമ്പ് പെട്ടി വലിച്ചെടുത്തു. അതിൽ അതാ ഒരുപാട് സാരികൾ മടക്കി മടക്കി വെച്ചിരിക്കുന്നു. എന്നാൽ മൂസഹാജിക്ക് ക്ഷമ കെട്ടു. എൻ്റെ സൈനു, എന്താ എനിക്ക് പരിപാടി? ഈ നേരത്ത്, ഞാൻ വിളിക്കണ നേരത്ത് ഈ വരണമെന്ന് എനിക്ക് അറിയണല്ലേ? എൻ്റെ ഇക്ക, അതെ, ഞാനിവിടെ കുറച്ച് സാരി സെലക്ട് ചെയ്യണ്. ഓ, സാരിയോ? എൻ്റെ സൈനു, തുണിയും കുപ്പായം എടുക്കണ മുഞ്ച് ഏത് സാരിക്കും കിട്ടൂല. അല്ലെങ്കിലും അനക്ക് തന്നെയാണ് നല്ലത്. ഇപ്പം സാരിയും ചിറ്റിയാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത്? എൻ്റെ പൊന്നാരിക്ക, അത് എനിക്കൊന്നല്ല. പിന്നെ ആർക്കവിടെ സാരി? അതോ നാളെ മുതൽ സാരി ഞിറ്റ് നിൽക്കുകയാണോ? ഇൻ്റെ ഇപ്പം വല്ലപ്പോഴൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ, അല്ലെങ്കിൽ ഇജി മാളികപ്പുറത്ത് ഇങ്ങനെ നിൽക്കലന്നല്ലേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ എനിക്ക് സാരിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഇപ്പം എന്താണിപ്പോൾ ഇത്? ഇക്ക, ഇതെങ്ങനെയുണ്ട്? ആ, ഇത് നല്ല സിൽക്ക് സാരിയല്ലേ? നല്ല പളപള മിന്നുന്ന സാരിയൊക്കെ എൻ്റെ സൈനും എടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു മൊഞ്ചന്നായിരിക്കും. എന്നാലേ ഇത് എനിക്കല്ല, എന്നേക്കാൾ സുന്ദരിയായ ഒരാൾക്കാണ്. സൈന, ഇജ്ജ് എന്തിനാ നമ്മളെ ഇടയിൽ നിന്ന് ഇതിങ്ങനെ പറയാൻ നിൽക്കണേ? അന്നെക്കാളും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടോ? പിന്നെന്താ, ഇവിടെ എത്ര സൗന്ദര്യമുള്ള പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഞാനൊന്നും നോക്കലില്ല, ഞമ്മക്കതൊക്കെ ഹറാമാണടി. നമ്മളെ അങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ ഔറത്തുക്കൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. അതായത് നമ്മളെ ഇസ്ലാം ദീനിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം നമ്മളെ ഹലാലായ പെണ്ണിൻ്റെ മൂത്തുക്കും നമ്മളെ മേത്തുക്കും. അല്ലാതെ ഒരിക്കൽ പോലും വേറൊരു പെണ്ണിനെ നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ഇനിയിപ്പോൾ ആരൊക്കെ തന്നെയായാലും നമ്മൾ ഓലെ നോക്കണത് തെറ്റാണ്, നമ്മളെ ഹറാമായ നോട്ടാണത്. നമ്മൾ എന്തിനാണ് വെറുതെ മരിച്ചു പോകേണ്ട തടിയല്ലേ, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട സൈന ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. പഠിച്ചോനെ, ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. ഹോ, പാവം ആ മനുഷ്യനെ കുറിച്ച് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. ഞാൻ ആ ജനാലയിലൂടെ നോക്കുമ്പോഴേ അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അതൊക്കെയാണ്. ഹോ, എൻ്റെ ഭർത്താവ് നല്ല ദീനിയായി ജീവിക്കുന്ന ഒരു ഹാജിയരാണെന്നുള്ള ഇതുപോലും ഞാൻ അങ്ങ് മറന്ന് എന്തൊക്കെയോ ഒന്ന് ചിന്തിച്ചു. പഠിച്ചോനെ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാസൈനാജ് അങ്ങനെ അത് അവളുടെ ആ മനോഹരമായ സ്വർണ്ണവളയിട്ട കൈകൾ പിടിച്ച് ഹാജിയർ വലിച്ചു. അവർ അവരുടെ റൂമിലേക്ക് പോയി. അവൾ നീലിക്കുള്ള സാരിയൊന്നും കൂടുതലായി സെലക്ട് ചെയ്ത് വെച്ചില്ല. അപ്പോഴേക്കും തൻ്റെ മൂപ്പരാൾ തന്നെ വിളിച്ചപ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ മൂപ്പർക്കൊരു കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം മറ്റൊന്നുമല്ല, മൂപ്പർക്ക് നേരത്തിനും കാലത്തിനും തിന്നാൻ കിട്ടും പോലെ എല്ലാം കിട്ടണം, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ഇഷ്ടങ്ങൾക്ക് ഒരിക്കലും അവൾ എതിര് നിന്നതുമില്ല. എന്നാൽ അവൾ ഒരു നിമിഷം വിചാരിച്ചു, പഠിച്ചോനെ, എൻ്റെ ഭർത്താവിനോടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ റബ്ബേ നല്ല ദീനിയായി ജീവിക്കണ മനുഷ്യനാണ്. കണ്ടില്ലേ, പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, ഹറാമാണെന്നുള്ളത്. അല്ലാ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്? അങ്ങനെ അതാ അന്നും അവർ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ആ മാളികപ്പുറത്ത് അതാ നമ്മുടെ ഹാജിയരും നമ്മുടെ സൈനുവും അവരുടെ സന്തോഷ നിമിഷങ്ങളിലായി ഏർപ്പെട്ടു കഴിഞ്ഞു. തളർന്ന് അവൾ ഉറങ്ങി, അദ്ദേഹത്തിൻ്റെ നെഞ്ചിനോട് ചാരി. സത്യം പറഞ്ഞാൽ അവൾ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി, നീലിയെക്കുറിച്ചും അങ്ങനെ ഓരോന്ന്. എന്നാൽ അതിനിടയിൽ അതാ അവൾ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, ഇക്ക, എനിക്കൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എനിക്കെൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം. എന്താ പെണ്ണുകി പറയണത്? ഇക്ക, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് കേൾക്കുമോ? എൻ്റെ സൈന് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇതുവരെ പൂർത്തീകരിക്കാതെ നിന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെന്താ ഇങ്ങനെ എനിക്ക് സംശയം? ഇങ്ങനെന്താ എനിക്കൊരു ചോദ്യം? ഇക്ക, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുമോ? എൻ്റെ പൊന്നാര സൈനോ, ഞാൻ എനിക്ക് എന്തെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരാൻ നിന്നിട്ടുണ്ടോ? ഇക്ക, നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് ഒന്നും കൂടി നിന്ന് തരുമോ? എന്താ പെണ്ണജി പറഞ്ഞത്? ഇജെന്താ പറയണത്? എന്തും പറഞ്ഞോ, എൻ്റെ ഇഷ്ടങ്ങൾ മുഴുവൻ നടത്തി തരാൻ തന്നെയല്ലേ ഞാൻ എൻ്റെ പുതിയ പ്ലാറ്റ് ഇവിടെ നിൽക്കണത്. എനിക്ക് എന്തും പറ എന്നോട്.
ഇജിൻ്റെ കൽബാണ്. അന്നെ കൂടാതെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലില്ല. ഇജ് വേറൊന്നും ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് മരിക്കോളം എൻ്റെ കൂടെ ഇരിക്കണം, എൻ്റെ മടി കിടന്ന് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ അതിനപ്പുറത്തേക്ക് എൻ്റെ സൈനോ. ഇക്ക നിങ്ങൾ സ്നേഹം എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എൻ്റെ മനസ്സിലത്തെ ഒരു ആഗ്രഹം അത് നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എൻ്റെ പെണ്ണെ എന്താണ് ഇജ്ജ് പറയ്. സ്നേഹത്തോടെ അതാ സൈനുവിനെ അയാൾ ചേർത്ത് പിടിച്ചു. പറയ്, എൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത്? എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും ഇവിടെ ഒരു കുറവുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ പറയും. അതായത് എന്താന്ന് വെച്ചാൽ നമ്മളെ നീലി ഉണ്ടല്ലോ, നീലി. നീലി എന്ന് വെച്ചാൽ മറ്റേ ജാതിക്കാരത്തിയല്ലേ? ആ അതെ. ഓള് എന്തിയേ എന്നിട്ട് ഓൾക്ക് എന്തെങ്കിലും സഹായം വല്ലതും വേണോ? എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞേക്കണേ എന്നോട് പറയിച്ചോണ്ട് ഓൾക്ക് എന്താ വെച്ചാൽ ചെയ്തു കൊടുക്കട്ടോ നമുക്ക്. കാരണം ഒക്കെ പാവങ്ങളാണ്. കാരണം നമ്മളെ വീട്ടിൽ ജോലിക്ക് ഉള്ളവരൊക്കെ. അപ്പം നമ്മളതീമൊന്ന് കിട്ടിയിട്ട് വേണം ഓൾക്ക് കഴിയാൻ. അപ്പോൾ പിന്നെ ഞാൻ പറയണത് എന്താ വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇജ്ജ് മറച്ച് വെക്കരുത്, ഒക്കെ സാധിപ്പിച്ച് കൊടുക്കുക. ഇക്ക എനിക്കതൊന്നല്ല എനിക്ക് പറയാനുള്ളത്. എനിക്ക് നീലിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പഠിച്ചോനെ എന്താ ഈ പെൺപറന്നോൾക്ക് എന്തിൻ്റെ കേടാ എനിക്ക്? ഒരു അന്യജാതിക്കാരത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനേ? അതല്ല പിന്നെന്താ? അന്യജാതിക്കാരത്തിയാണെങ്കിലും പെണ്ണല്ലേ? ആണ്, പെണ്ണാണ്. അതിനിപ്പോൾ എന്തിയാ എനിക്ക്? ഓളോളെ വയറ്റിപ്പറപ്പിന് വേണ്ടി ഇങ്ങോട്ട് വരികയല്ലേ, അതിനിപ്പോൾ എന്തിയേ? അതല്ലേ ഇക്ക, എന്തെന്നറിയില്ല, നീലിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര ബോഡി ഷേപ്പും നല്ല കളറും നല്ല ആവശ്യത്തിന് തടിയും ചന്തിനോളം താഴെയുള്ള മുടിയും നല്ല മൊത്തത്തിൽ നല്ലൊരു അടിപൊളി പെണ്ണ്. സത്യം പറഞ്ഞാലേ ആ പെണ്ണിനെ കണ്ടപ്പോൾ മുതൽ തന്നെ എൻ്റെ മനസ്സിക്ക് എന്തൊക്കെയോ ഒരു തോന്നൽ. അപ്പോൾ ഈ കാഞ്ചീപുരം സാരി ഞാൻ ഓർക്ക് കൊടുത്തോട്ടെ? പൊന്നാരൻ്റെ സൈന, ഇതിനാണപ്പോൾ ഇത്രയും വളച്ച് കെട്ടി എന്നോട്. അതുകൊണ്ട് കൊടുത്താൽ പോരെ. ഇപ്പം എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. എനിക്ക് എൻ്റെ മുതൽ കൊടുക്കണേ എന്നോട് ചോദിക്കണ്ട. അതൊക്കെ എൻ്റെ മുതലാണ്. എൻ്റെ ആ പൊന്നും പെട്ടിയിൽ എമ്പാടും എന്താ മുല്ലമുട്ടുമാലയും കാശിമാലയും അങ്ങനെ പല മാലയും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്താണ് എൻ്റെ സാരികൾ, ഒരു ഭാഗത്ത് എൻ്റെ തുണിയും കുപ്പായും, പിന്നെ ഒരു ഭാഗത്ത് എൻ്റെ എന്താ കൊരലാലും ആലസും അതുപോലെ ഇപ്പം എന്താ അരിയത്തതും ഒക്കെ അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കണ്ടിപ്പോൾ ഞാനിപ്പോൾ അതിനെതിര് പറയില്ലല്ലോ. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ കൊടുത്തുകൂടെ എൻ്റെ പൊന്നാര മാണിക്കല്ലേ? ഇക്ക കൊടുക്കൽ മാത്രമല്ല, അത് ഈ കാഞ്ചീപുരം സാരി ഓൾക്ക് ഞാൻ കൊടുത്താൽ ഓളത് ചുറ്റി വന്നാൽ തലയിലൊക്കെ തട്ടിട്ടാൽ നല്ലൊരു മുസ്ലിം പെണ്ണാവൂലേ? ഹാജര് പൊട്ടിച്ചിരിച്ചു. വല്ലാത്തൊരു പുതുമ. എന്താ എൻ്റെ മനസ്സിലത് പറയും. ഇക്ക അല്ലേ, കാഞ്ചീപുരം സാരിയൊക്കെ എടുത്തു വരുമ്പോൾ തലയിലൊക്കെ തട്ടിട്ടാൽ ആ പൊട്ടൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഓളൊരു മുസ്ലിമാവൂലേ? എന്താ പെണ്ണജി പറയണത്? അങ്ങനെ മുസ്ലിമാകുക? മുസ്ലിമാണെങ്കിൽ പൊന്നാനി പോകണം. പൊന്നാനി പോയിക്കാണ്ട് ഇസ്ലാം മതം സ്വീകരിക്കണം. അതിൻ്റെ മുമ്പ് ചില പഠനങ്ങളും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓൾക്ക് നടത്തിയതിൻ്റെ ശേഷമല്ലേ മുസ്ലിം ആവുള്ളൂ. ഇച്ച് എന്താണ് ഈ പറയണത്? എനിക്ക് എന്തിൻ്റെ കേടാ? ഇക്ക അല്ല, ഇഞ്ചിപ്പോൾ മുസ്ലിം ആക്കിയിട്ട് ഇപ്പം ഇനിയിപ്പോൾ എന്തിനാ? മുസ്ലിമായി കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിമാക്കിയോളം നിർത്താനാണോ എൻ്റെ പ്ലാനിങ്? എന്താ ഓളോളെ ജാതിയായിട്ട് എങ്ങനെയാ വെച്ചാൽ ജീവിച്ചോട്ടെ. ഇത് ഓൽക്കും ഓലത് നമ്മളൊരിക്കലും നമ്മൾ പ്രലോഭിപ്പിക്കാൻ പാടില്ല. ഓലോല്ല എനിക്ക് എന്താ ഇവിടെ ഒരു ഹിന്ദു പമ്പറന്നോള് പണിക്ക് വരുന്നേ പറ്റണില്ലേ? ഓല മുസ്ലിം ആക്കാനാണോ പ്ലാനിങ്? ഇക്ക അതൊന്നല്ല, അതായത് അവള് കല്യാണോ? ഓളെ ആമ്പറന്നോന് ചത്തുപോയിക്കണ്. അതിനെക്കുറിച്ചൊന്നും പറയണ്ടപ്പോൾ. ഇനിയിപ്പോൾ ആരെക്കൊണ്ട് കെട്ടിക്കാൻ എനിക്ക് പ്ലാനിങ്? ഒരു കുട്ടിയുണ്ട് ഓൾക്ക്, നല്ലൊരു കുട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടിക്കണേ, ഞാൻ കണ്ടിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആ പെണ്ണിനെ മുസ്ലിം ആക്കി കഴിഞ്ഞാൽ നല്ലതായിക്കോട്ടെ. നമ്മൾ ഒരാളെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. അവർ പറഞ്ഞാൽ അവരുടെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കണവരാണ്. നമുക്ക് നമ്മളെ മതം. അതപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മതവും കാര്യങ്ങളും ജനിച്ച് വളർന്നതൊക്കെ വിട്ട് ആരും പോരൊന്നുമില്ല. അതൊക്കെ അവളുടെ ഇഷ്ടം പോലെ അവൾ ജീവിച്ചോട്ടെ. ഇവിടെ പണിയെടുക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണമെന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊന്നും ചിന്തിക്കണ്ട. ഇജ്ജ് കാഞ്ചീപുരം സാരിയോ എൻ്റെ ചങ്കേലസോ എൻ്റെ മുല്ലമുട്ടുമാലേ കാശിമാലേ എന്താന്ന് വെച്ചാൽ ജോൾക്ക് കൊടുത്ത ഒരു കുഴപ്പവും എനിക്കില്ല. ഇതിനെക്കുറിച്ച് പറയാനാണോ ജിന്നെ ഇത്രയും നേരം സ്വീപ്പാക്കിയതിൻ്റെ പമ്പറന്നോളെ? അല്ലക്ക, ഒരു കാര്യം കൂടി പറയാണ്ട്. എന്ത് കാര്യം? ഓളെ ഇസ്ലാമാക്കിയിട്ട് നിങ്ങളുള്ള കല്യാണം കഴിക്കണം. ഒരു നിമിഷം അതാ മൂസ ഹാജി ഞെട്ടിത്തെറിച്ചു. എൻ്റെ റബ്ബേ, എന്താ അവളെ ജി പറയണത്?
ഏ ഇജെന്തീ പറഞ്ഞ എനിക്ക് എന്തിൻ്റെ കേടാടി? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അടിച്ച് ഞാൻ പരത്തും. ഇക്ക അനാവശ്യമല്ല, എൻ്റെ മനസ്സത്തെ ആഗ്രഹമാണത്. അത് നമ്മൾ കൂടെ കൂട്ടണം ഓരെ. അതെ, നമ്മളെ റൂമിലേക്ക് അവർ സ്വാഗതം ചെയ്യണം. നിങ്ങൾ ഓരോ കല്യാണം കഴിച്ചതിൽ അതെ എനിക്ക് ഒത്തിരി സന്തോഷമാവും. എൻ്റെ ഹാജിയർക്ക് 2 ബീവിമാർ നിങ്ങൾ ഈ മണിയറയിലിരിക്കുന്നത് ഇത്ര വലിയ മോശമുള്ള കാര്യമാണോ? അത് പറയേ. എന്താ ശരിക്കും അദ്ദേഹത്തിന് തല കറങ്ങുന്നത് പോലെ? ഓ എൻ്റെ റബ്ബേ, വല്ലാത്തൊരു സീന. അന്നെ ഞാൻ ഇത്രക്കും സ്നേഹിച്ചു. പക്ഷേ ഇത്രക്കും സ്നേഹിച്ച സ്ഥിതിക്ക് എന്നോട് ജിദ്ദാണോ പറയാ? അനക്ക് എങ്ങനെ തോന്നി പെണ്ണേ ഇതിന്? ശരിക്കും അവളുടെ മുഖത്ത് നോക്കിയിട്ട് അതാ അദ്ദേഹം വളരെയധികം സങ്കടത്തോടെ, സൈനു, അന്നെ മാത്രം മനസ്സിൽ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത്രയും കാലമായിട്ട് എനിക്ക് 6 കുട്ടികളെ തന്നിക്കണ്. 8ാമത്തെ പള്ളിയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഇജി എന്നോട് ഈ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സൊക്കെ വല്ലാതെ തട്ടിട്ട പെണ്ണേ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരാളെയും ഞാൻ എത്ര പണിക്കാരുണ്ട്, തൊടുവിലെത്തറുന്നുണ്ട്, ഇവിടെ വെച്ചുണ്ടാക്കാൻ എത്തറുന്നുണ്ട്. ഇത്രയും കണ്ട ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ള പണിക്കാർ, ഇത്ര അധികം പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും എൻ്റെ സൈനോ ഒരാളോട് ഒരു വാക്ക് ഞാൻ ആവശ്യം പറഞ്ഞിട്ടില്ല. ഇജ് കേൾക്കണം, എനിക്ക് എല്ലാവരും എൻ്റെ ഒരേ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത്. അല്ലാതെ മറ്റൊരാളിപ്പോൾ തൊലി വെളുപ്പുണ്ടെങ്കിലോ തടിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് മൊഞ്ച് കൂടിയെന്ന് കരുതിയിട്ടോ ഒരാളെയും ഞാൻ വേറെ രീതിയിൽ കണ്ടിട്ടില്ല സൈന. ഇജ് എന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കരുത് കേട്ടോ. എൻ്റെ ഇക്ക, ഒരിക്കലും നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയണില്ല. പക്ഷേ എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹത്തിന് എന്താ നിങ്ങൾക്ക് അത് സാധിപ്പിച്ചെന്നൂടെ? അതെ, നീലിയെ കൂടെ കൂട്ടണം, ഇസ്ലാം മതം സ്വീകരിപ്പിക്കണം, നിങ്ങളെ ബീവിയാക്കണം. അതെ, നിങ്ങൾക്ക് 2 ബീവിമാർ. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 2ആൾക്കും വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. ഇതൊറ്റയ്ക്ക് ഞാനിവിടെ ആയിട്ട് എനിക്ക് ആകെപ്പാടൊരു മൂഡ് ഓഫ്. പിന്നെ എനിക്ക് ഓളുണ്ടായാലും ഓൾക്ക് ഞാനുണ്ടായാലും ഞങ്ങൾക്കും തന്നെ നല്ല സൗഹൃദമായിരിക്കും. പിന്നെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളതിൽ നിന്ന് കുറേ ദിവസം ഓൾക്ക് നിങ്ങൾ കൊടുത്തോളി. എനിക്ക് കുറച്ച് ദിവസം മാത്രം മതി. എന്തേ, ഓൾ കുറേ കാലമായി ഭർത്താവൊന്നും ഇല്ലാതെ ജീവിക്കല്ലേ. ഞാനാവുമ്പോൾ എന്നും നിങ്ങൾക്ക് തന്നെയല്ലേ. പിന്നെ അതുമാത്രമല്ല, നിങ്ങളെ വികാരങ്ങളൊക്കെ തീർക്കാൻ ഒരാൾ മാത്രം എന്നതിലുപരി ഒരു ഭാര്യ കൂടി നിങ്ങൾക്ക് പറ്റുമല്ലോ. എന്തേ, അത് നിങ്ങൾക്ക് പറ്റൂലേ? ശരിക്കും അവരുടെ ആ വാക്കുകളെല്ലാം കേട്ട് മൂസ ഹാജി ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. എന്താ സൈന ഈ പറയണത്? എന്നാൽ അവളുടെ നിരന്തരമുള്ള ആ ഒരു വാക്കുകൾ കേട്ട് മൂസ ഹാജി അറിയാതെ ഒന്ന് നീലിപ്പെണ്ണിനെ നോക്കി ആ ജനാലയിലൂടെ. അതെ, അവൾ അപ്പോൾ അരി ഇടിക്കുകയാണ്. അരി ഇടിക്കുമ്പോൾ അവൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അരിയെടുക്കുന്ന ആ ഒരു കാഴ്ച അതാ മൂസ ഹാജി കണ്ടു. എന്നാൽ തൻ്റെ ഭാര്യ പറഞ്ഞ ആ സൗന്ദര്യം ഇത്രമാത്രം ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴാണ് നീലിയെ ശരിക്കൊന്ന് മൂസ ഹാജി നോക്കിയത്. പറയുമ്പോൾ തന്നെ അതാ ഈ പെണ്ണ് സുന്ദരിയാണല്ലോ, പക്ഷേ എൻ്റെ മനസ്സൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇക്ക, എന്താ നിങ്ങൾ കണ്ടോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞ നീലി. എന്താ ഓളായിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ? സംസാരിച്ചിട്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നാൽ ആ പെണ്ണിന് എത്രയൊന്നും പണിയുണ്ടാവില്ലല്ലോ. എന്നെപ്പോലെ രാജകുമാരിയെ പോലെ ഇവിടെ ഈ മട്ടുപ്പാവിൽ സുഖമായി ജീവിക്കാം. എന്താ ഇക്ക നിങ്ങൾ സമ്മതിക്കാത്തത്? ഈ ഇപ്പോൾ പറഞ്ഞത് തീക്കളിയാണ്. എന്താ അങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ ഭാര്യയാക്കിക്കൂടെ? എനിക്കിപ്പോൾ അതിന് താല്പര്യമില്ല. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആയിക്കോട്ടെ, ഇക്ക എന്നോട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മിണ്ടൂല നിങ്ങളോട്. സൈന, ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിക്കല്ലേ. പിന്നീട് ഇത് നിനക്ക് കേടായി വരും കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ 1 അല്ല 4 ഒപ്പം കിട്ടാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. ഓർക്ക് സ്വത്തായിട്ടും മുതലായിട്ടും കൊടുക്കാനുള്ളത് കൊണ്ട് ഇന്ന ശരീരം കൊണ്ടും കഴിയും. അപ്പോൾ നീ ഈ കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത് നല്ലതല്ല. നിർബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ എന്താ, ഓരോ പെണ്ണിനെ കെട്ടിയാണ് സംരക്ഷിക്കാച്ച എനിക്ക് എൻ്റെ കൂലിപ്പാടും കിട്ടും. അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടൊന്നല്ല. പക്ഷേ അത് നിൻ്റെ ഈ ഒരു സുഖത്തിനും സന്തോഷത്തിനും അല്പം കുറവ് വരും. അതായത് ഒരു പെണ്ണുങ്ങളും 2 ഭാര്യമാരും 3 ഭാര്യമാരൊക്കെ ജീവിക്കുമ്പോഴേ നല്ല രീതിയിൽ ജീവിക്കൂല. ഓല് ഭയങ്കര കലാശത്തിലായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. പിന്നെ എനിക്ക് കിട്ടിയില്ല അവൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി ആണിൻ്റെ സമാധാനം നഷ്ടപ്പെടും.
ഇതുവരെ എങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നും എനിക്ക് സമാധാനക്കേടുമില്ല. എനിക്കിപ്പോൾ എന്താ ഇതുപോലത്തെ ഒരു മണിമാളിക എനിക്ക് അപ്പുറം ഉണ്ടാക്കാൻ കഴിയും. എന്നിട്ട് അവിടെ താമസിപ്പിക്കും ഞാൻ. എന്താ അങ്ങനെ വേണോ? വേണ്ട, ഇവിടെ മതി. എനിക്കൊരു കൂട്ടാവും ചെയ്യും, എനിക്കും ഓൾക്കും ഒരുപോലെ നിൽക്കും ചെയ്യാം. അത് കരുതിയിട്ടാ ഞാൻ പറഞ്ഞത്. എന്തേക്ക നിങ്ങൾക്ക് പറ്റൂലേ? എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഭാര്യ സൈനയുടെ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ മനമില്ലാ മനസ്സോടുകൂടി അദ്ദേഹം അതിനുവേണ്ടി സമ്മതിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഉറപ്പായിട്ടില്ല എങ്കിലും അവൾ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ അതിന് മൗനം പാലിച്ചു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.